പാലക്കാട് എലപ്പുള്ളിയിലെ ബ്രൂവറി പദ്ധതിക്കുള്ള പ്രാഥമിക അനുമതി ഹൈക്കോടതി റദ്ദാക്കി. വിശദമായ പഠനം നടത്താതെയാണ് പദ്ധതിക്ക് അനുമതി നൽകിയതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിശദ പഠനം നടത്തിയും നടപടിക്രമങ്ങൾ പാലിച്ചും സർക്കാരിന് പുതിയ തീരുമാനമെടുക്കാമെന്നും കോടതി അറിയിച്ചു. വിധി ജനങ്ങളുടെ വിജയമാണെന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. തിരിച്ചടിയല്ലെന്നും സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വിധിയെന്നും എക്സൈസ് മന്ത്രി MP രാജേഷ് പ്രതികരിച്ചു. പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറി പദ്ധതിക്ക് സർക്കാർ പ്രാഥമിക അനുമതി നൽകിയത് വിശദമായ പഠനം നടത്താതെയാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി. നടപടിക്രമങ്ങൾ പാലിക്കപ്പെട്ടില്ല. വിശദ പഠനം നടത്തിയും നടപടിക്രമങ്ങൾ പാലിച്ചും സർക്കാരിന് പുതിയ തീരുമാനമെടുക്കാമെന്നും കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് സതീഷ് നൈനാൻ, ജസ്റ്റിസ് P. കൃഷ്ണകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവിട്ടത്. അമിത ജലചൂഷണം നടത്തുന്നു, കാർഷിക മേഖലയ്ക്ക് ആഘാതമുണ്ടാക്കും, പദ്ധതി പ്രദേശം കഞ്ചിക്കോട് വ്യവസായ മേഖലയിലാണെന്ന തെറ്റായ വിവരങ്ങൾ നൽകി തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി വിധി തിരിച്ചടിയില്ലെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ് പ്രതികരിച്ചു. ഡിസ്റ്റിലറി അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭ നൽകിയ പ്രാഥമിക അനുമതി ഇന്ന് കോടതി റദ്ദാക്കിയിട്ടുള്ളത് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളുടെ മാത്രം പേരിലാണ്. സർക്കാരിനെതിരായിട്ടുള്ള വിമർശനമോ കുറ്റപ്പെടുത്തലോ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഹൈക്കോടതി വിധി ജനങ്ങളുടെ വിജയമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടതല്ലേ, സർക്കാരിന്റെ തെറ്റായ നയം പ്രതിപക്ഷത്തിൽ അതിശക്തമായിട്ട് നിയമസഭയ്ക്കകത്തും പുറത്തും സമരം ചെയ്ത കാര്യമല്ലേ. ഞങ്ങളുടെ വിജയമാണ്, ജനങ്ങളുടെ വിജയമാണ്. മീഡിയ 1 കൊച്ചി.